ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നെയ്റോബിയിൽ നിന്ന് അംബോസലിയിലെത്തി. ഇപ്പോൾ അംബോസലി സോഫ എന്ന് പറയുന്ന നമ്മളുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ റൂമിലോട്ട് പോകുന്നു. എല്ലാവർക്കും അംബോസലി നാഷണൽ പാർക്ക് കാണാൻ ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം റിസോർട്ടിൻ്റെ ഭാഗമാണ്. ഇതൊരു പക്ഷി കരയുന്നു. തത്തയാന്ന് തോന്നുന്നു. അല്ല, തത്തയല്ല. ഇതിങ്ങനെ നടന്നങ്ങനെ പോകണം അകത്തോട്ട്. നമ്മുടെ നമ്പർ അംബോസലി സോപ്പ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. 74 ഒരങ്ങ് കിലോമീറ്റർ അങ്ങ് കിടക്കുക അതകത്തോട്ട് ഈ റിസോർട്ട്. ഇനി കയറുമ്പോൾ അറിയാം റൂമിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡൊക്കെ എങ്ങനെ, അതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴറിയാം. ഒരു കൊക്കിനെ പോലൊരു സംഭവം ഇവിടെ, കൊക്ക് പോലുണ്ട്. അതായിരുന്നു മുമ്പേ കരഞ്ഞത്. ഇതാ 72, നമ്മുടെ 74 ആണ്. Thank you. Oh, this is our one night stay room. Oh, one Yeah. We are only one night here. Oh, sorry. Normally people coming 3-4 days. Yeah, you could have. നമ്മളിങ്ങനെ 1.5 കിലോമീറ്റർ നടന്ന് അംബോസലി ഈ പറഞ്ഞ സാപ്പ് ലോഡ്ജിൻ്റെ നമ്മുടെ റൂമിലെത്തി. ഇതാണ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന വ്യൂ. അതായത് ഇവർ പറയുന്നത് പ്രകാരം മൃഗങ്ങളൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകും. പക്ഷെ മാന അതുപോലെ തന്നെ വലിയ ഉപദ്രവകാരികളല്ലാത്ത മൃഗങ്ങളായിരിക്കും ഇവിടെ കൂടുതൽ ഈ സൈഡിലൊക്കെ വരിക എന്ന്. ഇല്ല, പിന്നെ കുരങ്ങന്മാരേ ഉള്ളൂ കൂടുതലും. കുരങ്ങന്മാർ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ബാഗ് സൂക്ഷിക്കണം, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, കണ്ണാടി സൂക്ഷിക്കണം. കാര്യം ഇവർ വന്നിട്ട് പെട്ടെന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാം. ഇതാ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ വൈഡായിട്ട് കിടക്കുവാണ് ഈ റിസോർട്ട്. വളരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന റിസോർട്ട്. നമ്മളിവിടുന്ന് ലഞ്ച് കഴിച്ചത് ഫുൾ പാക്കേജാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് സഫാരി ഉണ്ട്. അപ്പം എല്ലാം ഇവിടെ തന്നെ. ഇതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം നിന്നിട്ട് പോകാനുള്ള ഒരു ട്രിപ്പാണെങ്കിൽ എൻജോയ് ചെയ്തിട്ട് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് തൊട്ട് ബാക്ക് സൈഡിലെ യാർഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിലുള്ളവരാണിത്. ഇവിടെ കുരങ്ങന്മാരൊത്തിരി ഉള്ളതുകൊണ്ട് തെറ്റാലി വെച്ചിട്ട് അതിനെ അടിച്ചോടിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ മസായികൾ ഓൾറെഡി നിൽപ്പുണ്ട്. അവരുടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ തെറ്റാലി മേടിച്ചിട്ട് നമ്മൾ കുരങ്ങന്മാരെ ആ മരത്തിലൊക്കെ ഇരിക്കുന്നവരെ ഓടിക്കുന്നത്. അവരില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി നമ്മുടെ റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറി വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി അവർ സെക്യൂരിറ്റി ആയിട്ട് ഈ മസായികളെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മൾ പുള്ളിയോട് തെറ്റാലി ചോദിച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് തെറ്റാലി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും ഉള്ള ഒരു സംഭവമായതുകൊണ്ട് ഒരു പുതുമ ഇല്ലല്ലോ ഈ തെറ്റാലിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടെ സുപരിചിതമായതുകൊണ്ട് എല്ലാവരും അതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യും. അപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലിയാണ് ഈ മസായികൾ. ഉടൻ തന്നെ അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയിട്ട് കുരങ്ങനെ നേരെ നിങ്ങൾക്ക് ചെറിയ ഒരു കല്ല് വെച്ചിട്ട് എങ്ങനെ അടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ
ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മൾ വന്ന് കയറിയ റെസ്റ്റോറൻറ്റ്. അബോസലിയിലെ ഫസ്റ്റ് എൻട്രി റിസോർട്ടിൽ ലഞ്ച് കഴിക്കാൻ അവർ റിസർവ് ചെയ്തിരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകാം. അതിൻ്റെ ഔട്ടർ പാർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. നമ്മുടെ ലഞ്ച് ബുഫേ ആണിത്. അംബോസലിയിലെ റെസ്റ്റോറൻറ്റിലെ ലഞ്ച് നമ്മുടെ പാക്കേജിലുള്ള ഒരു സംഭവമാണിത്. ये क्या है? चिकन? Chicken. Long pasta. अच्छा, Spaghetti. No penne, spaghetti, no penne. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പുറകിലോട്ട് ഫോറസ്റ്റാണ്, പാർക്ക്. അംബോസലി നാഷണൽ പാർക്കിൽ മെയിനായിട്ട് കാണാനുള്ളത് ആനക്കൂട്ടങ്ങളെയാണ്. ഇവിടെ ആനകളുടെ വലിയ കൂട്ടങ്ങൾ വരിക എന്നുള്ളതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്കൊരു 3-3:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു സഫാരി ഉണ്ട്. നമ്മൾ നേരെ പാർക്കിലോട്ട് പോവുകയാണ്, അംബോസലി പാർക്കിലോട്ട്. നമുക്ക് കുറേ ആനകളെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് അസ്തമയമൊക്കെ കണ്ട് തിരികെ വരാമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് പോവുകയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് തിരികെ റൂമിൽ തന്നെ തിരികെ എത്തി. ലഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. ടേസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പക്ഷികളെയൊക്കെ കാണാം. അവർ വന്നിട്ട് ഇങ്ങനെ ഈ നമ്മുടെ പൈപ്പിലൊക്കെ വന്ന് വെള്ളം കുടിക്കാനൊക്കെ വരുന്ന പക്ഷികൾ. വളരെ സൈലൻ്റായ ഏരിയ. കുറച്ച് മാൻ അതുവഴി പോകുന്നത് കണ്ടായിരുന്നു കുറച്ച് മുമ്പേ. അപ്പം ഇവിടെ സൈലൻ്റായിട്ട് നമുക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ റിസോർട്ടിൽ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു 3:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് നേരെ അംബോസലി പാർക്കിലോട്ട് പോവുകയാണ്. നമ്മൾ ഇപ്പം ഈ ജംഗിളിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് എല്ലാ ടീമും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മൾ ഇപ്പോൾ പോവാണ്, ഇതിനകത്തോട്ട് പോവാണ്. 20 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ കൊടുത്തത്. നമ്മളങ്ങനെ റിസോർട്ടിൽ നിന്ന് അംബോസലി നാഷണൽ പാർക്കിലോട്ട് യാത്ര തുടങ്ങി. മസൈകളെയൊക്കെ നമുക്കിവിടെ കാണാം ഇഷ്ടം പോലെ. ഇവിടുത്തെ ലോക്കൽസിനെ കാണാം. ഇവിടെ ഇതിനകത്ത് ഇവർ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളിപ്പം അംബോസലി നാഷണൽ പാർക്കിനുള്ളിലോട്ട് കയറി ഇനിയിപ്പം മുന്നോട്ട് പോവാണ്. നമുക്ക് നല്ല ഒരു കാണാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള ഗൈഡും ഡ്രൈവറും. നോക്കാം. അംബോസലി നാഷണൽ പാർക്കിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇതിനുള്ളിലോട്ട് കയറും. അതിൻ്റെ പാർക്കിങ്ങിൻ്റെ എന്തോ ടിക്കറ്റിന് എന്തോ ഗൈഡ് അകത്തോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ പാർക്കിനുള്ളിലോട്ട് കയറി ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒരു ഒറ്റയാൻ കൊമ്പൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മണ്ണുവാരിയൊക്കെ ഇട്ട് ഇങ്ങനെ അവൻ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയത്തുമില്ല, അതുപോലെ മണ്ണാണ് ദേഹത്ത് മുഴുവൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏതാണ്ട് ഒരു കൂടി വന്ന ഒരു 10 മീറ്റർ പോലും ദൂരെയല്ല ഇപ്പോൾ ഈ നിൽക്കുന്ന കൊമ്പൻ്റെ മുന്നിൽ. ആദ്യം കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഇവനെയാണ്. ഇനിയിപ്പം ഇവൻ്റെ ലോകത്തോട്ടാണ് നമ്മൾ പോകുന്നത്, ഒരു ആനകളുടെ ലോകത്തോട്ട്. കുറേ നേരം അങ്ങനെ നമ്മൾ ഈ കൊമ്പനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇവൻ കുറച്ച് 10 മീറ്റർ അകലെ ആയതുകൊണ്ട് അവൻ കുറച്ചുകൂടെ അടുത്ത് വരുമെന്നൊക്കെ ആദ്യം നമ്മുടെ ഗൈഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നു, അത് പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് അനങ്ങാതെ. അങ്ങനെ നമ്മളിപ്പം ഒരു ജിറാഫിനെ കണ്ടിട്ട് നമ്മൾ ജിറാഫിൻ്റെ പുറകെ ഇപ്പം പോകാമെന്ന് വെച്ചിട്ടിപ്പം വണ്ടി അങ്ങോട്ട് വിടുകയാണ്. ജിറാഫിൻ്റെ
മുന്നിലോട്ട്. സൈഡിൽ നല്ല വ്യൂ വന്നു ജിറാഫിൻ്റെ. അപ്പം അങ്ങനെ ഒരു ജിറാഫ് ഭയങ്കര സ്പീഡിൽ നമ്മുടെ സൈഡിൽ കൂടെ ഓടുന്നുണ്ട്. അപ്പം നമ്മുടെ ഗൈഡ് ഭയങ്കര സ്പീഡിൽ ഇപ്പം വണ്ടി എടുത്ത് അതിൻ്റെ പുറകെ പോവുകയാണ്. അതിനെ നമുക്ക് മുന്നിൽ കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ പോയി. ഇപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കുക, നമ്മുടെ വണ്ടിയുടെ ആ ഒരു വരവ് കണ്ടിട്ട്. അവൻ പറഞ്ഞതനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് വന്നു. ഇപ്പം ദേ നമ്മുടെ മുന്നിൽ കൂടെ ആ ഒരു ജിറാഫ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വാവ്, yes. That is good. ഈ ഭാഗത്ത് രണ്ട് വശത്തും ജിറാഫിൻ്റെ കൂട്ടങ്ങളാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും എലിഫൻറ്റിൻ്റെ ഒരു വലിയ കൂട്ടത്തെ നമുക്കിപ്പം കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ അതിൻ്റെ മുന്നിലാണ്. നമ്മളിപ്പം നേരെ ഈ എലിഫൻറ്റിൻ്റെ ആ നിൽക്കുന്ന സ്ഥലത്തോട്ട് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ലൈനായിട്ട് വരുന്നുണ്ട്. അത് കൂട്ടമായിട്ട് വന്നിട്ട് അത് ലൈനായിട്ടാണ് ഇപ്പം വരുന്നത്. Wow, they are crossing the road. Wow. നമ്മൾ മാക്സിമം ഒരു 3 മീറ്റർ ദൂരെയാണ് ഇതുമായിട്ട്. വെറും 3 മീറ്റർ ദൂരെ. Here, get in front. Come here. Yes. Come right up. Oof. അടുത്ത ഗ്രൂപ്പ് ഓഫ് എലിഫൻറ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇഷ്ടംപോലെ മാനുകളുണ്ട്. ഇപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യുകയാണ് ഇവിടെ. സോളോ ഇങ്ങനെ വരിക കണ്ടോ, ലൈനായിട്ട്. ആനകളുടെ വലിയൊരു കൂട്ടം തന്നെ നമ്മുടെ സഫാരി ട്രക്കിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ അടുത്ത് നമ്മൾ കൂട്ടമായിട്ട് പോകുന്ന ആനകളെയാണ് കാണുന്നത്. ഇത് വളരെ നമുക്ക് ഭാഗ്യമുണ്ട് ഇപ്പോൾ ഇത് കാണാൻ. കാര്യം ചില സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ കിട്ടില്ലെന്നാണ് പറയുന്നത്. ആ കൂട്ടം പോയി കഴിഞ്ഞൊരു ഒറ്റയാനെ പോലെ ഒരുത്തൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ കൊമ്പൻ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. ഇപ്പം
നമ്മുടെ ഗൈഡ് പറഞ്ഞു നമുക്കിവിടെ ചീത്തയെ കാണാൻ പറ്റും, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ചീത്തയെ കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി മുഴുവൻ ആനക്കൂട്ടങ്ങളുടെ ഒരു വലിയ പട തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആന ഫാമിലി ഈ ഏരിയ മുഴുവൻ എങ്ങനെ വിളിച്ചാൽ ഒരു 10-100 ആന ഇപ്പം തന്നെ ഈ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ നമുക്കിപ്പം ചീത്തയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ 3-4 കുട്ടികളുമായിട്ട് നമ്മളിപ്പോൾ അതിനടുത്തോട്ട് പോവുകയാണ്. കൂടുതൽ നമുക്ക് അതിൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അടുത്ത് അതിനെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു 4-5 കുട്ടികളുമുണ്ട്. അതിങ്ങനെ ഇരയെ തപ്പി പോവുകയാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്തൂടെ അതിൻ്റെ അമ്മ ആണ് പോകുന്നത്. കുറേ കുട്ടികളുമുണ്ട് കൂടെ. നമുക്ക് നോക്കാം, നമുക്ക് കുറേയും കൂടെ അടുത്ത് തന്നെ കാണാൻ പറ്റുമെന്ന്. കാര്യം ഇപ്പം അസ്തമിക്കാറായി സൂര്യൻ. അതുകൊണ്ടൊരു ചെറിയ ഡൗട്ടുണ്ട് ഇനി നമുക്ക് കുറേ നേരം കൂടി ഇവിടെ പാർക്കിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ അംബോസരി പാർക്കിലൊക്കെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വണ്ടി ഓടിച്ച് കടന്നു പോകാൻ പറ്റില്ല. ഈ ഒരു ട്രാക്ക് അവർ കൊടുത്തിരിക്കുന്ന ട്രാക്കിൽ കൂടെ മാത്രമേ ഈ പോകുന്ന സഫാരി ട്രക്കുകൾക്ക് പോകാൻ പറ്റൂ. ഇവിടെയൊക്കെ വൈൽഡ് ലൈഫിൻ്റെ ഉദ്യോഗസ്ഥർ വാച്ച് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം ഇതിൻ്റെ അടുത്തോട്ട് നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത് നമ്മുടെ അടുത്തോട്ട് വരുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 30-40 മീറ്റർ ദൂരെയാണ് നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഈ ചീറ്റയും കുട്ടികളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ചാട്ടം ചാടിയാൽ അതിന് നമ്മുടെ മുന്നിലെത്താം. അത്ര അടുത്ത് തന്നെയാണ് പോകുന്നത്. അവരിപ്പം നേരെ അവരുടെ ആ ഒരു വാസസ്ഥലത്തോട്ട് വല്ലതും പോവുമായിരിക്കും. കാരണം ഇവൻ ചുറ്റിനും നോക്കുന്നുണ്ട്, ആരെയെങ്കിലും കിട്ടുമോ എന്ന്. ആഹാരത്തിൻ്റെ ഒരു സംഭവത്തിനാണ് അത് പോകുന്നത്. പിന്നെ കുട്ടികളെ സേഫാക്കി വേണം ഇവന് യാത്ര ചെയ്യാൻ. അപ്പം അമ്മ ചീറ്റയാണ് ഇവരെ ടേക്ക് കെയർ ചെയ്ത് പോകുന്നത്. ഇവിടെ വന്ന് പിള്ളേരവിടെ കിടന്ന് കളിക്കുക. ഇവിടെ നമ്മുടെ കൂടെയുള്ളവർ ഇതിനെ ഓരോ പേരൊക്കെ ഇട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് നിൽക്കുകയാണ് ഓരോരുത്തരും. ചേട്ടനാണെങ്കിൽ വീഡിയോ എടുക്കുന്നു, ഇവിടെ ചേച്ചി വീഡിയോ എടുക്കുന്നു. ഇവിടെ ഈ പുള്ളിയൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോ എടുക്കുന്നത്. മുമ്പേ കണ്ട ആ ഒറ്റയാൻ അവനിങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞ് നടന്ന് പോവുകയാണ് ഒറ്റയ്ക്ക്. മറ്റുള്ള ഗ്രൂപ്പിൽ നിന്നൊക്കെ വിട്ടിട്ട് അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ അവൻ എത്തുമായിരിക്കാം. കാര്യം വെച്ചാൽ ആ ഗ്രൂപ്പ് പോകുന്നിടത്തോട്ട് തന്നെയാണ് ഇവൻ്റെയും പോക്ക്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ആനയുടെ പുറകെ ഒത്തിരി കൊക്കുകൾ അതിൻ്റെ ചുറ്റിനും നടന്നു പോകുന്നുണ്ട് ഒരു പേടിയില്ലാതെ. നമുക്ക് കാണാം സൂര്യൻ അസ്തമിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അംബോസയിലെ ആദ്യത്തെ ദിവസം ഇവിടെ പാർക്കിൽ കഴിഞ്ഞു. നമുക്കിനി നാളെ പുതിയ വീഡിയോയുമായിട്ട് അംബോസയിൽ കാണാം.